ഹലോ ഫ്രണ്ട്സ്, H&H വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു വറുത്തരച്ച ചിക്കൻ കറിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, ലൈക്ക് അടിക്കണം. കുറേ പേരെന്നെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്ദി കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ്, അതിനൊക്കെ എല്ലാവർക്കും നന്ദി. വറുത്തരച്ച ചിക്കൻ കറിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് ഒരു 1.5 കിലോ ചിക്കനുണ്ട്, കഴുകി വൃത്തിയാക്കിയാണ്. 1 സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 2 സ്പൂൺ തൈര്, 2 സ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്യുക. മാഗ്നേറ്റ് ചെയ്ത് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തോട്ടും വരുന്ന രീതിയിൽ എടുത്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക. വറുത്തരച്ച ചിക്കൻ കറിക്ക് തേങ്ങ വറുക്കണമല്ലോ. അന്നേരം 2 പിടി തേങ്ങ എടുത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ ചൂടാക്കുക. ഒരു ശകല എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ ചൂടാക്കിയിട്ട് ആറി അത് അരച്ചെടുക്കണം. അപ്പോഴേക്കും ഒരു 4 സവോള, 1 പിടി ഇഞ്ചി, 1 പിടി വെളുത്തുള്ളി, കരിവേപ്പില, പച്ചമുളക് എന്നിവ എടുക്കുക. എന്നിട്ട് ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയിലേക്ക് സവോള ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. 1 സ്പൂൺ, 1/2 സ്പൂൺ ഉപ്പിട്ടാൽ മതി. 1 സ്പൂൺ ഉപ്പ് നമ്മൾ ചിക്കന് ചേർത്തായിരുന്നു. അന്നേരം ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് കൂടുതൽ ചേർത്താൽ മതി. ഒന്ന് വാടി കിട്ടാവുന്നതിന് വേണ്ടി 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കരിവേപ്പിലയും എല്ലാം ഇട്ട് നന്നായിട്ട് അത് ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വാട്ടിയെടുക്കുക നന്നായിട്ട്. ഏകദേശം നല്ല ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ബ്രൗൺ കളറായപ്പം 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, പിന്നെ മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി. വീണ്ടും ഞാൻ ഗരം മസാല 1 സ്പൂൺ കൂടി ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ ഒരു 4 സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ചിക്കൻ മസാല ഞാൻ കൂടുതൽ ഉപയോഗിക്കും. കിച്ചൺ ട്രഷറിൻ്റെ ചിക്കൻ മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം നല്ല ഡാർക്ക് കളർ ഉണ്ടാകും അതിന്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ഒരു പച്ച കുത്തലുണ്ടല്ലോ പൊടിയുടെ, ആ കുത്തൽ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ പേസ്റ്റ് ആറിയതിന് ശേഷം അത് അരച്ചെടുക്കണം. ആ പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ജാറ് കഴുകിയ ഒരു ശകലം വെള്ളവും കൂടി ജാറ് കഴുകി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അന്നേരം ഇത്തിരി ഗ്രേവി കിട്ടും നമുക്ക്. ആ ഗ്രേവിയിലേക്ക് വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളിട്ട് ആ ഗ്രേവി എല്ലായിടത്തേക്ക് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് സിമ്പിളാണ്. തേങ്ങ വറുത്ത് ആ ഒരു സംഭവം മാത്രമേ ഇത്തിരി പാടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നല്ല എളുപ്പമുള്ള പരിപാടി. സാധാ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ചിക്കൻ വറുത്തും ഇങ്ങനെ ചെയ്യാം. ഞാൻ വറുത്ത് ഉപയോഗിക്കാറില്ല. ഞങ്ങൾ സാധാ രീതിയിലാണ് വേവിച്ചെടുക്കുന്നത്. വറുത്തിട്ട് കറി വെച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇത് വറുത്തരച്ച തേങ്ങാക്കറി, നാടൻ രീതിയിലുള്ള ചിക്കൻ കറി ആയതുകൊണ്ടാണ് ഞാൻ വറക്കാഞ്ഞത്. ഇങ്ങനെ നേരിട്ട് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് തത്തിപ്പൊത്തി
അമ്മമാർ പറയില്ലേ തത്തിപ്പത്തി കൂട്ടി വെക്കണമെന്നും, അതുപോലെ വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതൊന്ന് വേകാനായിട്ട് വെക്കുക. ഇപ്പം 15 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഒരു 20 മിനിറ്റൊക്കെ ആയി. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി കണ്ട എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. നല്ല ഇപ്പം വേണമെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കത് തീ ഓഫ് ചെയ്യാം. മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ടില്ല. ഇതാണ് നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി. പണ്ട് കാലങ്ങളിൽ സദ്യകളിലും വീടുകളിലൊക്കെ അമ്മമാരുണ്ടാക്കിക്കൊണ്ടിരുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം.